തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ശ്രീചിത്തിര തിരുനാൾ. 1931 മുതൽ 1949 വരെയാണ്. ഹിരണ്യഗർഭം എന്ന പരമ്പരാഗത കിരീടധാരണം ഒഴിവാക്കിയ തിരുവിതാംകൂർ മഹാരാജാവാണ് ശ്രീചിത്തിര തിരുനാൾ. അതുപോലെ തന്നെ ട്രാവൻകൂർ റബ്ബർ വർക്ക്സ്, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ്, FACT, കുണ്ടറ കളിമൺ ഫാക്ടറി ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ, അതായത് ശ്രീചിത്തിര തിരുനാളിൻ്റെ ഭരണകാലത്താണ് രൂപം കൊണ്ടത്. ഇതുകൊണ്ടൊക്കെ തന്നെ തിരുവിതാംകൂറിലെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീചിത്തിര തിരുനാളാണ്. തിരുവിതാംകൂറിലെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീചിത്തിര തിരുനാളാണ്. അതുപോലെ തന്നെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, തിരുവിതാംകൂർ സർവകലാശാല, തിരുവിതാംകൂറിലെ പൊതുഗതാഗതം അതായത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഇത്രയും ശ്രീചിത്തിര തിരുനാളിൻ്റെ കാലത്ത് തന്നെയാണ് വന്നത്. ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, തിരുവിതാംകൂർ സർവകലാശാലയും KSRTC വന്നതും ശ്രീചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ ഭൂപണയ ബാങ്ക് സ്ഥാപിതമാകുന്നത് 1932 ശ്രീചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്, 1932. പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. 1936 നവംബർ 12 കൊല്ലവർഷം 1112 1112 തുലാം 12 പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂരാണ്, മഹാകവി ഉള്ളൂരാണ്. 1932 ശ്രീചിത്തിര തിരുനാൾ ഭരണത്തിൽ പ്രവേശിച്ച സമയത്ത് ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആ സമയത്തെ ദിവാനായിരുന്ന VS സുബ്രഹ്മണ്യ അയ്യരായിരുന്നു. ഇനി 1946 പുന്നപ്ര വയലാർ സമരത്തിലേക്ക് നയിച്ച അമേരിക്കൻ മോഡൽ ഭരണഘടന തിരുവിതാംകൂറിൽ അവതരിപ്പിച്ച ദിവാനാണ് സർ CP രാമസ്വാമി അയ്യർ. സർ CP രാമസ്വാമിക്ക് ശേഷം ആക്ടിംഗ് ദിവാനായിരുന്ന PGN ഉണ്ണിത്താനാണ്. ദിവാൻ വെട്ടുകൊണ്ട് പരിക്കേറ്റതിനെ തുടർന്ന് ദിവാൻ പദവി ഉപേക്ഷിക്കുകയായിരുന്നു സർ CP രാമസ്വാമി അയ്യർ. ഇനി തിരുവിതാംകൂറിലെ ദിവാൻ്റെ ഔദ്യോഗിക വസതി ഭക്തിവിലാസം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഭക്തിവിലാസം ദിവാൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു. അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ദേശീയ മുദ്ര വലംപിരി ശംഖാണ്, ഓർത്തിരിക്കുക. വലംപിരി ശംഖാണ് ദേശീയ മുദ്ര. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളമാണ്. വഞ്ചീശമംഗളമാണ് ദേശീയ ഗാനം. വലംപിരി ശംഖാണ് ദേശീയ മുദ്ര. ഇനി സമുദ്രം മറികടന്ന് വിദേശയാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീചിത്തിര തിരുനാളാണെന്ന് ഓർത്തിരിക്കുക. ഇത്രയുമാണ് തിരുവിതാംകൂർ ഭരണാധികാരികൾ എന്നത്. എല്ലാം ഫ്ലാഷ് കാർഡിലൂടെ തന്നെ നമ്മൾ പഠിച്ചു. കൂടുതൽ ഫ്ലാഷ് കാർഡുകൾ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.